നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പബ്ലിക് എക്സാമുകൾ എപ്പോഴും കുട്ടികളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് പബ്ലിക് എക്സാം. ഒരുപാട് കുട്ടികൾ രാവും പകലും ഇല്ലാതെ എത്ര മണിക്കൂറും കഷ്ടപ്പെടാൻ റെഡിയായിട്ട് പബ്ലിക് എക്സാമിനെ പ്രതികരിക്കുമ്പം ആ പബ്ലിക് എക്സാം കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നേട്ടം. പ്രത്യേകിച്ച് +2 അല്ലെങ്കിൽ +1 ഏതായാലും. കാരണം +2ൻ്റെ പബ്ലിക് എക്സാം ഗംഭീരമായി അവർ എഴുതി തീർന്നു കഴിഞ്ഞ് നല്ല മാർക്ക് മേടിച്ചാലേ അടുത്ത മുന്നോട്ടുള്ള കോഴ്സുകൾക്ക് അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഈ വീഡിയോ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ കമൻസ് എല്ലാം നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിടാം. കാരണം എപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ ഫ്യൂച്ചറിന് വേണ്ടിയുള്ളൊരു കോഴ്സാണ് +2 പബ്ലിക് എക്സാം എന്ന് പറയുന്നത്. കാരണം മാർക്ക് വളരെയധികം വാല്യുബിൾ ആണ്, വിലയേറിയ മാർക്കാണ്. അല്ലാതെ പുത്തനൊരു അഡ്മിഷൻ എടുക്കണം എന്നുള്ളത്, ആ അഡ്മിഷൻ ഇപ്പം കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങോ മെഡിസിനോ ഏത് കിട്ടണമെങ്കിൽ ഇതിൻ്റെ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ മോഡൽ എക്സാമുകൾ പലപ്പോഴും പ്രഹസനമായി പോകുന്നു എന്നുള്ളതാണ്. പ്രഹസനം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഫിസിക്സിൻ്റെ തന്നെ ഇന്നത്തെ ഫിസിക്സിൻ്റെ പരീക്ഷ കഴിഞ്ഞുകൊണ്ട് മോഡൽ എക്സാമിൻ്റെ ഫിസിക്സിൻ്റെ പരീക്ഷ എന്ന് പറയുന്നത് ഞാൻ അറിയാവുന്ന കുട്ടികളോടെല്ലാം പറഞ്ഞു ഒരിക്കലും ഇങ്ങനെ ആയിരിക്കത്തില്ല പബ്ലിക് എക്സാം. കാരണം അത്രേ എളുപ്പം. ഞാൻ മോഡൽ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികളോട് പറഞ്ഞു ഈ മോഡൽ എക്സാം ഭയങ്കര ടഫായിരിക്കണേ. എപ്പോഴും മോഡൽ എക്സാമുകൾ നിങ്ങൾ ധൈര്യമായിട്ട് ഇത് കേട്ടിട്ട് കമൻറ്റ് ഇടുക. മോഡൽ എക്സാമിൽ ഒരു 70% 100% ക്വസ്റ്റ്യൻ, 70% ക്വസ്റ്റ്യൻ നല്ല ടഫും 30% ക്വസ്റ്റ്യൻ ഒരു ആവറേജോ ഈസിയോ ഇട്ടാൽ മതി. അങ്ങനെ ഇടുമ്പോൾ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും കുട്ടികൾ ആ ക്വസ്റ്റ്യൻസിനോട് പൊരുത്തപ്പെടും. അയ്യോ ഇത് നല്ല ടഫാണല്ലോ, നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യണമല്ലോ. ഗവൺമെന്റും വിദ്യാഭ്യാസ വകുപ്പും അധ്യാപകരോടും അപേക്ഷയാണ് ഈ ക്വസ്റ്റ്യൻ ഇടുന്ന അധ്യാപകരോടും. ഇനിയുള്ള വിഷയങ്ങളായാലും ഓൾറെഡി ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞ് കാണും, എന്നാൽ പോലും ഒരു പാറ്റേൺ ആണ് മോഡൽ എന്ന് പറയുന്നത്. പബ്ലിക് എക്സാമിന്റെ ഒരു പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ അത്യാവശ്യം ആ പാറ്റേൺ അതേപോലെ ആവർത്തിക്കണം, അതേ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നല്ല, ആ പാറ്റേൺ ആവർത്തിക്കാം. സെയിം ക്വസ്റ്റ്യൻ വേണമെന്നില്ല. പക്ഷേ മോഡൽ എക്സാമുകൾ ഇതിൽ ഭേദം നടത്താതെ പബ്ലിക് എക്സാം ഡയറക്റ്റ് നടത്തുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം മോഡൽ എക്സാം മിക്കവാറുള്ള എക്സാമുകൾ എല്ലാം വളരെ എളുപ്പമാണ്. +1 കുട്ടികൾക്ക് അറിയത്തില്ല, +1 ഒരുപാട് എക്സാമുകൾ വളരെ എളുപ്പമായിരുന്നു, ഫിസിക്സിൻ്റെ ഉൾപ്പെടെ. അന്നേരം നമ്മുടെ പ്രതീക്ഷ വാനോടാ ഇത്രയ്ക്ക് ഉള്ളൂ, ഇതൊക്കെ നമുക്ക് പഠിച്ചാൽ വളരെ സിമ്പിളാകും. അധ്യാപകരും അതിനനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നീട് ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്, ഈ രീതിയിലായിരിക്കും. ഒരിക്കലും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുമായിരിക്കാം. പക്ഷേ ഒരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മോഡൽ എക്സാമിന് ചോദിച്ചാൽ കുട്ടികൾക്ക് ഇപ്പോഴും ഒരു പ്രിക്വേഷനാണ്. അവരതിൽ നിന്ന് നന്നായിട്ട് ഉയർത്തെഴുന്നേറ്റ് നല്ല ഗംഭീരമായിട്ട് പഠിച്ച് പബ്ലിക് എക്സാമിന് പോയി എഴുതുമ്പം അതിൽ പിന്നീട് ഇച്ചിരി ടഫാണെങ്കിലും അതുമായിട്ട് നല്ലപോലെ പൊരുത്തപ്പെടുകയും നല്ല മാർക്ക് കിട്ടുകയും ചെയ്യും. അന്നേരം എനിക്ക് പറയാനുള്ളത്, ഇത് ഗവൺമെന്റിന്റെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രീതി ഒന്നും തകിടം മറിക്കാനോ ഒന്നുമല്ല. മോഡൽ എക്സാം നടത്തുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ ഒരു പബ്ലിക് എക്സാമിന്റെ പാറ്റേണിലെങ്കിലും നടത്താൻ മിനിമം നോക്കുക. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിന് കൊടുക്കാതിരിക്കുക, പബ്ലിക് എക്സാമിന് എളുപ്പമുള്ളത് കൊടുക്കുക, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് കൊടുക്കുക. പബ്ലിക് എക്സാം ഇച്ചിരി എപ്പോഴും ടഫായിട്ട് തന്നെ പോട്ടെ. മോഡൽ എക്സാം നല്ല ടഫായിട്ട് തന്നെ പോട്ടെ. കാരണം പബ്ലിക് എക്സാം അന്നേരം എല്ലാ കുട്ടികളും നല്ല രീതിയിൽ എഴുതും. ഇത് കുട്ടികൾ പറയാൻ ആഗ്രഹിക്കുന്നതാണ്, രക്ഷകർത്താക്കൾ പറയാൻ ആഗ്രഹിക്കുന്നതാണ്. കാരണം നല്ലപോലെ പഠിച്ചിട്ട് പോയ കുട്ടികൾ പോലും ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിയുമ്പം മാനസികമായിട്ട് ഭയങ്കരമായിട്ടും കോൺഫിഡൻസ് ഇല്ലാത്തതിന്റെ കാരണം ഇത് തന്നെയാണ്. കാരണം അവർ മുന്നിൽ കണ്ട ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എഴുതിയ അല്ലെങ്കിൽ 10-15 ദിവസം മുമ്പ് എഴുതിയ മോഡൽ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിരുന്നപ്പം ഇതേപോലെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഞങ്ങൾക്ക് ഇനിയും വരാൻ പോകുന്നത് എന്നുള്ള പ്രതീക്ഷയിൽ അതിനകത്തൊരു 4-5 ക്വസ്റ്റ്യൻ പബ്ലിക് എക്സാമിന് ടഫ് ആകുമ്പോഴും അവർ മാനസികമായിട്ട് തകരുകയാണ്, ടെൻഷൻ കൊണ്ട് മറന്നു പോവുകയാണ്. ഇതൊന്നും കുട്ടികളുടെ പ്രശ്നമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. ഇതെല്ലാം ഒരുപക്ഷെ ചോദ്യങ്ങൾ ഇടുന്ന അധ്യാപകർ കുട്ടികളുടെ മനസ്സറിയാതാണ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത്. അത് മോഡലിനും പബ്ലിക്കിനും ഈ വൈരുദ്ധ്യമാണ് പലപ്പോഴും കുട്ടികളെ കോൺഫിഡൻസ് ഇല്ലാതാക്കുന്നതും അവരുടെ പ്രതീക്ഷകളെ മങ്ങലേൽപ്പിക്കുകയും ചെയ്യുന്നു. ഇനിയുള്ള പരീക്ഷകൾക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ, ഓൾറെഡി ക്വസ്റ്റ്യൻസ് എല്ലാം ഇട്ട് എല്ലാം സെറ്റാണ്, പക്ഷേ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരട്ടെ. ഇപ്പം മോഡലിന് ഒരുപാട് പരീക്ഷകൾ എളുപ്പമായിരുന്നു, മാത്സ് എളുപ്പമായിരുന്നു, കെമിസ്ട്രി എളുപ്പമായിരുന്നു പറയുന്നവരുണ്ട്. ഇതെല്ലാം ചിലപ്പം അടുത്തതെല്ലാം എളുപ്പമായിരിക്കാം എന്ന കോൺഫിഡൻസോടുകൂടി കുട്ടികൾ പഠിക്കുക. പക്ഷെ അത്ര നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുക, ഇനിയുള്ള പരീക്ഷകളെല്ലാം ഇച്ചിരി കടുപ്പമായിരിക്കും എന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്താൽ അവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇച്ചിരി പ്രയാസമാണെങ്കിൽ നമ്മളതിനെ എഴുതാൻ ഓക്കെ ആയിരിക്കും. ആ രീതിയിൽ മനസ്സോടുകൂടി അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ഗവൺമെന്റിനോട് പറയാനേ പറ്റൂ, ചെയ്യേണ്ടത് വിദ്യാഭ്യാസ വകുപ്പും ക്വസ്റ്റ്യൻ എടുത്ത അധ്യാപകരുമാണ്.
കുറച്ച് മൂല്യങ്ങൾ, കുറച്ച് കുട്ടികളുടെ മനസ്സൂടെ കണ്ട് ചെയ്യുവാണെങ്കിൽ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഉണ്ടോന്നല്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിചാരിച്ചൊരു രീതിയിൽ ഒന്ന് ക്വസ്റ്റ്യൻസ് ഇട്ടാൽ കുട്ടികൾക്ക് മോഡൽ എക്സാം അല്ലെങ്കിൽ മോഡൽ എക്സാം നടത്തേണ്ട ആവശ്യകതയുണ്ടോ? ഒരിക്കലും ഇല്ല. ഇതിനകത്ത് കമൻസ് ഇടുമ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ കമൻസ് മോഡൽ എക്സാം ഇങ്ങനെയാണെങ്കിൽ വേണോ വേണ്ടായോ നിങ്ങൾ തന്നെ പറ. അന്നേരം അതായിരിക്കാം കുട്ടികളുടെ കോൺഫിഡൻസ് കളയുന്ന രീതിയിലായിരിക്കരുത് മുന്നോട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രയാണം. പരീക്ഷണാവസ്ഥകൾ എപ്പോഴും ആകാറുണ്ട് കുട്ടികൾ, പക്ഷേ ക്വസ്റ്റ്യൻ അധ്യാപകർ ഇതൊന്നും അറിയുന്ന പോലുമില്ല. അന്നേരം ഇനിയുള്ള പരീക്ഷകൾ നല്ലതാകട്ടെ. നിങ്ങൾ ഒന്ന് പ്രിപ്പയർഡ് ആകുക, എല്ലാത്തിനും സജ്ജമായിട്ട് പരീക്ഷയ്ക്ക് പോവുക. നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത പരീക്ഷകൾക്കെല്ലാം നെവർ എവർ ഗീവ് അപ്പ്.